മോഹൻതാൽ ഈ ഒരു പേര് കണ്ടിട്ട് വന്നവരാണോ നിങ്ങൾ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ കണ്ണിൽ ഈ ഒരു സ്വീറ്റ് പെട്ടത്. ആദ്യം ഇതിന്റെ പേരിലാണ് എനിക്ക് കൗതുകം തോന്നിയത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ ഒരു പേരിന്റെ സാമീപ്യം പോലെ തോന്നി. പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല, ഉടനെ ആ സ്വീറ്റ് എങ്ങനെ ചെയ്യണമെന്ന് പോയി നോക്കി. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്വീറ്റ് ഷോപ്പിൽ ഒന്നും കിട്ടാത്ത വളരെ റെയർ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. എന്നാൽ ടേസ്റ്റോ വായിൽ അലിഞ്ഞു പോകുന്ന മധുരം. അപ്പൊ വരും, നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ 3 സ്റ്റെപ്പാണുള്ളത്. അതിനുവേണ്ടി ആദ്യം ചെറു ചൂടുള്ള പാൽ എടുക്കുക. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ അതായത് 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ കടലമാവ് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ച വാസന ഒന്ന് മാറിക്കിട്ടും. ആ രീതിയിൽ ചെയ്തെടുത്ത കടലമാവ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 250 ഗ്രാം ഉണ്ടാവും. അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന നെയ്യും പാലും അത് കുറച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുട്ടൊക്കെ നനച്ചെടുക്കല്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നനച്ച് എടുക്കുക. അതായത് ഈ പൊടികളൊക്കെ വേറിട്ട് ഇരിക്കുകയും വേണം. ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ ആ ഒരു രീതിക്ക് 2 കൈ കൊണ്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അഥവാ ഈ ഒരു പരുവത്ത് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തയ്യാറാക്കി വെക്കുക. ഇനി ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ അടച്ചു വെക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സമയത്ത് നമുക്ക് ഒരു അരിപ്പയിലൂടെ നിന്ന് അരിച്ചെടുക്കണം. ഇതിന് ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമുക്ക് ഒരുപോലെ ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല യോജിച്ച് കിട്ടുകയും വേണം, എന്നാൽ കട്ടകൾ ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതും ഇല്ലെങ്കിൽ ഒരു എളുപ്പ മാർഗമുണ്ട്, മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അതായത് ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഈവൻ മിക്സിംഗ് ആയി കിട്ടും. അപ്പോൾ പിന്നെ ഇതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് പാനിലോട്ട് തന്നെ അത് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കി വെക്കുക. അതിനകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 180 ഗ്രാംസ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ഏകദേശം പറഞ്ഞ 3/4 കപ്പ് ഉണ്ടാവും. അതും ചേർത്ത് കൊടുത്ത് നെയ്യൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടില്ലേ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് കഴിയുന്നതും ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാൻ ശ്രമിക്കുക. കാരണം വേറൊന്നുമല്ല, ഈ നെയ്യിൽ കിടന്നിട്ടാണ് നമ്മുടെ കടലമാവൊക്കെ വെന്ത് വരേണ്ടത്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ കടലമാവിൻ്റെ കൂട്ട് വഴന്ന് അതിൻ്റെ പച്ച വാസനയൊക്കെ പോയി നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക. അതേസമയം ഈ കൂട്ടൊന്ന് ലൂസായി വരാൻ തുടങ്ങും, കൂടെ തന്നെ ചെറിയ പതയൊക്കെ വരാൻ തുടങ്ങും. ആ ടൈമിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് പതഞ്ഞ് വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർത്താൽ മതിയാവും. ആദ്യം തന്നെ ഒന്നിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചേർക്കുക, നന്നായി യോജിപ്പിക്കുക, വീണ്ടും കുറച്ച് ചേർക്കുക. ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പം ഇത് നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് ഇത് തയ്യാറാക്കി എടുക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടി, അത് കഴിഞ്ഞിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയൊന്ന് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് അലിഞ്ഞു വന്നോട്ടെ. ഇത് റെഡിയായി വരുന്ന ഈ സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ള് കുങ്കുമപ്പൂവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഇതാണ് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഇതിന് കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ പാകം എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു 1/2 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ്, കണ്ടില്ലേ? ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഈ ഷുഗർ സിറപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവിന്റെ കൂട്ടിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് തുടക്കി നന്നായി യോജിപ്പിച്ച് തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഒരു കാര്യം കൂടി, ഞാൻ ഫ്ലെയിം ഒന്നും ഇല്ലാതെയാട്ടോ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻതാൽ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഒക്കെ മേളിൽ ഇട്ട് കൊടുക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഈ ഒരു സ്വീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഞാൻ തയ്യാറാക്കിയത് സോഫ്റ്റ് ആയിട്ടുള്ള നാവിൽ ഇട്ടാൽ അലിയുന്ന മോഹൻതാലാണ്. ഇത് കുറച്ച് കട്ടിക്കും ആൾക്കാർ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള മോഹൻതാലാണ് ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. ഇത് നല്ലൊരു ഗുജറാത്തി സ്വീറ്റും കൂടിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.